ഹായ് പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 2026 ജനുവരി 7 ബുധനാഴ്ച വന്ന ഒരു ചന്ദ്രികയുമായി ബന്ധപ്പെട്ട് വന്ന റിപ്പോർട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ഇന്നലെ നമ്മോട് വിട്ടുപിരിഞ്ഞ മുൻ മന്ത്രി BK ഇബ്രാഹിം കുഞ്ഞിനെ അനുസ്മരിച്ചുകൊണ്ട് പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയ റിപ്പോർട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നത്തെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹൃദയങ്ങളിലേക്ക് പാലം പണിത ഇബ്രാഹിം കുഞ്ഞ് എന്ന തലക്കെട്ടിലാണ് പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്നത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഭരണത്തിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും മനുഷ്യരുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് സ്നേഹപ്പാലം പണിയുകയും ചെയ്ത ആളായിരുന്നു മുൻ മന്ത്രി കൂടിയായ VK ഇബ്രാഹിം കുഞ്ഞ്. തെക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ മുഖമായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ, സാമൂഹിക, ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യം. എറണാകുളത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനെത്തുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ പുഞ്ചിരി നിറഞ്ഞ മുഖം ദർശിക്കാതെ മടങ്ങാമായിരുന്നില്ല. വ്യക്തിപരമായും സംഘടനാപരമായും വളരെ അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹവുമായി ഉണ്ടായിരുന്നത്. വ്യക്തിബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റം എന്നും ജനനിബിഡമായിരുന്നു. MSFയിലൂടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം. പിന്നീട് യൂത്ത് ലീഗ്, മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിലൂടെ പടിപടിയായി ഉയർന്ന് സംസ്ഥാന കമ്മിറ്റിയിലെത്തി. മന്ത്രിയായി അധികാര കേന്ദ്രങ്ങളിലും അദ്ദേഹം വ്യക്തമായ ചലനങ്ങളുണ്ടാക്കി. മട്ടാഞ്ചേരി, കളമശ്ശേരി മണ്ഡലങ്ങളിൽ നിന്നും ജനങ്ങളുടെ നായകനായി 4 തവണയാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. പ്രമുഖരും പ്രഗത്ഭരും കൈകാര്യം ചെയ്തിരുന്ന വ്യവസായ വകുപ്പ്, സാമൂഹ്യ ക്ഷേമ വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവയുടെ മന്ത്രിയായി. തിളക്കമുള്ള നിരവധി അധ്യായങ്ങളാണ് മന്ത്രി കസേരയിലിരുന്ന് അദ്ദേഹം കേരള ചരിത്രത്താളുകളിൽ തുന്നിച്ചേർത്തത്. സംസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ കാതലായ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അദ്ദേഹത്തെ രാഷ്ട്രീയ പ്രതിയോഗികൾ വില കുറഞ്ഞ ആരോപണങ്ങളുമായി കൊത്തിവലിച്ചു. എന്നാൽ അതിനെല്ലാം സ്വതസിദ്ധമായ പുഞ്ചിരിയിലൂടെയായിരുന്നു അദ്ദേഹം മറുപടി നൽകിയത്. പാണക്കാട് കുടുംബവുമായി വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ചെറുപ്പം മുതൽക്ക് തന്നെ പാണക്കാട്ട് വരുന്നതിനെക്കുറിച്ച്, പിതാവ് PMSA പൂക്കോയ തങ്ങളെ കണ്ടതിനെക്കുറിച്ചും അദ്ദേഹം വാതോരാതെ സംസാരിക്കുമായിരുന്നു. സഹോദരങ്ങളായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ തുടങ്ങി ഞാനുമായും സുദൃഢമായ ബന്ധം തുടർന്നു. ദീർഘമായ ഇടവേളകളില്ലാതെ ഇടയ്ക്കിടെ അദ്ദേഹം പാണക്കാട് സന്ദർശിച്ചു. എറണാകുളത്ത് പരിപാടികൾക്കായി പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലണമെന്നത് നിർബന്ധം പിടിച്ചു. തെക്കൻ കേരളത്തിൽ പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ചിരുന്നയാളാണ് അദ്ദേഹം. അവിടെ ചന്ദ്രികാ ദിനപത്രത്തിന് ആഴത്തിൽ വേരുറപ്പിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി. തുടക്കം മുതൽക്കു തന്നെ ചന്ദ്രികയുടെ എറണാകുളം ജില്ലാ ഗവേണിംഗ് ബോഡി ചെയർമാനായി. അദ്ദേഹത്തിൻ്റെ വിയോഗം ചന്ദ്രികാ ദിനപത്രത്തിനും കനത്ത നഷ്ടമാണ്. എറണാകുളത്ത് പോകുമ്പോൾ സദാ കണ്ടിരുന്ന പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു ഇബ്രാഹിം കുഞ്ഞിൻ്റേത്. ദക്ഷിണ കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ തണൽ മുറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റെ വസതി. ഇനി ചെല്ലുമ്പോൾ ആ തണൽ കുളിർ തെന്നലായി അദ്ദേഹമില്ലെന്ന് ദുഃഖകരമാണ്. സർവശക്തനായ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സാദിഖ് അലി തങ്ങളും BK ഇബ്രാഹിം കുഞ്ഞ് സാഹിബും ഉള്ള ഒരു ഫോട്ടോ അടക്കമുള്ള റിപ്പോർട്ടാണ് ഇന്നത്തെ ചന്ദ്രികയിൽ വന്നിട്ടുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. അടുത്തത് ഇന്നത്തെ ചന്ദ്രികയിൽ വന്ന റിപ്പോർട്ടിൻ്റെ മറ്റൊരു ലേഖനം കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. പ്രിയങ്കരനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുതിയ റിപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. നമുക്ക് റിപ്പോർട്ടിലേക്ക് കിടക്കാം.
ഇബ്രാഹിം കുഞ്ഞിനെ ഏൽപ്പിക്കാം എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എഴുതിയ ലേഖനം. പാണക്കാട്ടെ മുറ്റത്ത് വെച്ചാണ് ഒരുപാട് നേതാക്കളെ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളത്. എന്നോ ഒരിക്കൽ അതേ പാണക്കാട്ടെ കോലായിൽ വെച്ച് വി കെ ഇബ്രാഹിം കുഞ്ഞിനെയും കണ്ടുമുട്ടിയത്. ദീർഘകാലം എന്നോടൊപ്പം ഒരുമിച്ച് സഞ്ചരിച്ച വി കെ ഇബ്രാഹിം കുഞ്ഞ് നമ്മെ വിട്ടുപോകുമ്പോൾ ആ നഷ്ടത്തിൻ്റെ ആഴം വാക്കുകൾ കൊണ്ട് അടയാളപ്പെടുത്തുന്നതിന് പരിമിതികളുണ്ട്. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായി ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ കുടുംബത്തിന് ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്ന ബീരാൻ സാഹിബും ആ കുടുംബത്തിലെ മറ്റു പലർക്കും പാണക്കാട് ബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഇബ്രാഹിം കുഞ്ഞ് സാഹിബുമായി അടുത്ത ബന്ധം പുലർത്തുന്നത് ഞാൻ നിയമസഭാംഗമായി തിരുവനന്തപുരത്ത് എത്തുന്ന 1982 കാലത്താണ്. അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ഹംസക്കുഞ്ഞ് സാഹിബിനോടൊപ്പം എപ്പോഴും കാണുന്ന യുവജന നേതാവായിരുന്നു ഇബ്രാഹിം കുഞ്ഞ്. പിന്നീട് ദീർഘമായ കാലം ഒരു സഹായി എന്നുള്ള നിലയിൽ എനിക്ക് എല്ലാമായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് ഞാൻ കണ്ട ഇബ്രാഹിം കുഞ്ഞ് ലീഗിൻ്റെയും STUവിൻ്റെയും ഒക്കെ ശ്രദ്ധേയനായ യുവജന നേതാവായിരുന്നു. അന്ന് എന്തിനും ഏതിനും ഇബ്രാഹിം കുഞ്ഞ് സാഹിബായിരുന്നു. പാണക്കാട് നിന്ന് തങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ആദ്യം വിളിക്കുന്നത് ഇബ്രാഹിം കുഞ്ഞിനെയായിരുന്നു. ഔദ്യോഗിക നേതൃത്വത്തിൽ വലിയ ഉണ്ടായിരുന്നെങ്കിലും പ്രായോഗികമായി കാര്യങ്ങൾ നടപ്പിലാക്കാൻ വിദഗ്ധൻ ഇബ്രാഹിം കുഞ്ഞായിരുന്നു. ഏതു കാര്യവും ഇബ്രാഹിം കുഞ്ഞിനെ ഏൽപ്പിക്കാം എന്നത് പാർട്ടിയിൽ ഒരു പദപ്രയോഗമായി മാറി. 1992 ഞാൻ മന്ത്രിസഭയിൽ എത്തിയപ്പോഴേക്കും ഇബ്രാഹിം കുഞ്ഞ് പാർട്ടിയുടെ നേതാവായി ഉയർന്നു കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് ദീർഘമായ ഒരു യാത്രയായിരുന്നു. ആ യാത്രക്കിടയിൽ ഇബ്രാഹിം കുഞ്ഞ് MLA ആയി. മട്ടാഞ്ചേരിയിൽ നിന്ന് തുടർച്ചയായി ജയിച്ച് MLA ആയി ചരിത്രം തന്നെ സൃഷ്ടിച്ചു. തെക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവായി ഇബ്രാഹിം കുഞ്ഞ് മാറി. MLA ആയും മന്ത്രിയായും മാറിയ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കിട്ടി. കേരളത്തിൻ്റെ വികസനത്തിൽ അദ്ദേഹം വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകി. ആദ്യം വ്യവസായ വകുപ്പും പിന്നീട് പൊതുമരാമത്ത് വകുപ്പും ഏറ്റെടുത്തു. കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നല്ല കഴിവുള്ള നേതാവായിരുന്നു. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ഏറ്റവും പേരെടുത്ത മന്ത്രിയായിരുന്നു. റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ളവയിൽ സമയബന്ധിതമായി പദ്ധതികൾ നടപ്പിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു വിവാദം വന്നത് ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ എത്ര റോഡുകളാണ് പൊട്ടുന്നത്, എത്ര പാലങ്ങളാണ് വിള്ളൽ വീഴുന്നത്, ദേശീയപാതകളടക്കം എന്തെല്ലാം അപാകതകൾ സംഭവിക്കുന്നു. പക്ഷേ അതൊന്നും രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാലത്ത് ഒരു പാലത്തിൽ വിള്ളൽ വീണതിൻ്റെ പേരിൽ അത് പർവ്വതീകരിച്ചു. എന്നാൽ അതൊന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിട്ടില്ല. 2020 ഇബ്രാഹിം കുഞ്ഞിന് അസുഖം ബാധിച്ചത്. അതിനുശേഷം വല്ലാതെ ഓടി നടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് മാതൃകയായിരുന്നു. മലപ്പുറം ജില്ലയിലും മലബാറിലാകെയും എല്ലാ സംഘടനകളുമായും അദ്ദേഹത്തിന് മികച്ച ബന്ധമായിരുന്നു. സമസ്തയുമായും മറ്റെല്ലാ സംഘടനകളുമായും ഇബ്രാഹിം കുഞ്ഞ് എപ്പോഴും ചേർന്നു നിന്നു. ഹൈദരലി തങ്ങളുടെ കാലത്തും ഇബ്രാഹിം കുഞ്ഞ് തന്നെയായിരുന്നു ഏത് കാര്യത്തിലും മുന്നിൽ. തങ്ങൾ ഒരു തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കുന്നതുവരെ ഇബ്രാഹിം കുഞ്ഞിന് വിശ്രമമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് സാമ്പത്തികമായും മറ്റും ആവശ്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം കൃത്യമായി അതിൽ ഇടപെടുമെന്നും മാത്രമല്ല അത് ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു. ഇബ്രാഹിം കുഞ്ഞ് സാഹിബ് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ സ്ഥാപനം ഉണ്ടാകുമായിരുന്നില്ലെന്ന് എത്രയോ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല റബ്ബറൈസ്ഡ് റോഡുകളുടെ ജില്ലയായി മലപ്പുറം മാറിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കഴിവാണ്. മറ്റു ജില്ലകളെ താരതമ്യം ചെയ്യുമ്പോൾ മികച്ച റോഡുകളാണ്. അത് അദ്ദേഹം ഒരു മിഷനായി ഏറ്റെടുത്തിരുന്നു.
എത്ര സ്ഥാപനങ്ങളാണ് മലപ്പുറത്ത് കൊണ്ടുവന്നത്. എല്ലാ നേതാക്കളുമായും ആത്മബന്ധം പുലർത്തിയ നേതാവായിരുന്നു. അത് ലീഗിൻ്റെ നേതാക്കളുമായി മാത്രമല്ല, ഇടതുപക്ഷത്തെ പല പ്രമുഖ നേതാക്കളും ഇബ്രാഹിം കുഞ്ഞുമായി നല്ല സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നവരാണ്. തിരുവനന്തപുരത്ത് ഇബ്രാഹിം കുഞ്ഞ് സംഘടിപ്പിച്ച നോമ്പുതുറയിൽ എല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അസുഖമാകുന്നത് വരെയും അദ്ദേഹം കർമ്മനിരതരായിരുന്നു. അവസാന കാലത്ത് അനാവശ്യമായ ഒരുപാട് മാനസിക പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ടായെങ്കിലും അതെല്ലാം തരണം ചെയ്യാനായിരുന്നു നാട്ടിലെ സാമൂഹ്യ, സാംസ്കാരിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലകളിലെല്ലാം തൻ്റേതായ അടയാളപ്പെടുത്തലുകൾ നടത്തിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. മുസ്ലിം ലീഗിനും UDF-നും രാഷ്ട്രീയ കേരളത്തിനാകെയും ഇബ്രാഹിം കുഞ്ഞിൻ്റെ വിയോഗം വലിയൊരു തീരാ നഷ്ടമാണ്. ഏതായാലും പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട പണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തെ ഓർത്തെടുത്തുകൊണ്ട് നടത്തിയ ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിച്ചത്. പ്രിയപ്പെട്ട സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങളോടൊപ്പം ഇരിക്കുന്ന ഫോട്ടോ അടക്കമുള്ള റിപ്പോർട്ടാണ് പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ലേഖനത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട നമ്മുടെ ചന്ദ്രികയുടെ കമാൽ വരദൂരിൻ്റെ ഒരു ലേഖനം കൂടി ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തിക്കുകയാണ്. ചന്ദ്രിക മന്ദസ്മിതം എന്ന തലക്കെട്ടിൽ കമാൽ വരദൂർ എഴുതിയിട്ടുള്ള ലേഖനം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നു. തിങ്കളാഴ്ച മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൻ്റെ തുടക്കത്തിൽ പാർട്ടി അധ്യക്ഷൻ പാണക്കാട് സെയ്ദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ VK ഇബ്രാഹിം കുഞ്ഞ് സാഹിബിൻ്റെ ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിനായി പ്രത്യേക പ്രാർത്ഥന നടത്തുകയും ചെയ്ത വേളയിൽ പതിവ് മന്ദസ്മിതവുമായി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങൾ ചന്ദ്രികയ്ക്ക് അദ്ദേഹം മന്ദസ്മിതമായിരുന്നു. ഏത് പ്രതിസന്ധിയിലും ആത്മവിശ്വാസത്തോടെ അരികിൽ നിർത്തുന്ന സ്നേഹസ്മിതം. 1934 സ്ഥാപിതമായ ചന്ദ്രിക വളർച്ചയുടെ പടവുകളിൽ 1992 കൊച്ചിൻ എഡിഷൻ ആരംഭിച്ചത്. തെക്കൻ കേരളത്തിൽ ചന്ദ്രികയുടെ സാന്നിധ്യം ശക്തമായ വേളയിൽ പത്രത്തിൻ്റെ പ്രചാരണത്തിൽ പ്രത്യേക താൽപ്പര്യമെടുത്ത് 2010 കൊച്ചിയിൽ ഗവേണിംഗ് കമ്മിറ്റി വന്നു. അതിനെ നയിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയത് ഇബ്രാഹിം കുഞ്ഞിനെയായിരുന്നു. അന്നു മുതലാണ് അദ്ദേഹത്തെ വളരെ അരികിൽ നിന്ന് വീക്ഷിക്കുന്നത്. ചന്ദ്രികയുടെ ഏറ്റവും മികച്ച യൂണിറ്റായി കൊച്ചിയെ അദ്ദേഹം മാറ്റി. ചിട്ടയായ പ്രവർത്തനങ്ങളും മേൽനോട്ടങ്ങളും ഇടപെടലുകളും നടത്തി. തുടക്കത്തിൽ മാസത്തിൽ ഒരു തവണ വീതം ഗവേണിംഗ് കമ്മിറ്റികൾ. പത്രത്തിൻ്റെ സാമ്പത്തിക നിലനിൽപ്പിനായി മാർക്കറ്റിംഗ് വിഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെടും. എഡിറ്റോറിയൽ കാര്യത്തിൽ ഞങ്ങളുമായി സംസാരിക്കും. എല്ലാ വർഷവും പ്രാദേശിക രേഖകൾക്കായി മാധ്യമ ശില്പശാല തിരക്കേറിയ മന്ത്രിയായിരുന്ന വേളയിലും അദ്ദേഹത്തെ അല്ലാത്തപ്പോഴും ആ യോഗത്തിൽ അദ്ദേഹം മുഴുവൻ സമയത്തുണ്ടാവും. 6 ജില്ലകളിലായിരുന്നു കൊച്ചിൻ എഡിഷന് കീഴിൽ. അവിടെയുള്ള 6 ജില്ലകളായിരുന്നു കൊച്ചിൻ എഡിഷന് കീഴിൽ ഉള്ളത്. അവിടെയുള്ള പ്രാദേശിക ലേഖകർ, ചന്ദ്രിക കോർഡിനേറ്റർമാർ എന്നിവരെയെല്ലാം വിളിക്കും. സംസാര പ്രിയനായിരുന്നില്ല അദ്ദേഹം. അല്പം വാക്കുകളിൽ ഉദ്ഘാടന പ്രസംഗം, പിന്നെ മൈക്ക് ഞങ്ങൾക്ക് കൈമാറും. മാധ്യമപ്രവർത്തനങ്ങളെക്കുറിച്ച്, മാറുന്ന വാർത്താ ലോകത്തെക്കുറിച്ചെല്ലാം ഞങ്ങൾ സംസാരിക്കുമ്പോൾ സാഗൂതം കേട്ടിരിക്കും. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബർ 22 അദ്ദേഹം കൊച്ചി ഗവേണിംഗ് കമ്മിറ്റി വിളിച്ചു. നഗരത്തിലെ വേദാന്ത ഹോട്ടലിൽ. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വിളി വന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അടിയന്തരമായി അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. അതിനാൽ ഞാനില്ല, നിങ്ങൾ യോഗം നടത്തണം. ചന്ദ്രികയുടെ ചുമതലയുള്ള പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാലയുടെ നേതൃത്വത്തിൽ ഗവേണിംഗ് കമ്മിറ്റി ചേർന്നു. അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. വീണ്ടും അദ്ദേഹം വിളിച്ചു. 30 നമുക്ക് ഇരിക്കണം. വർഷത്തിൽ നടക്കുന്ന
നടത്തുന്ന പ്രാദേശിക പത്രപ്രവർത്തക ശില്പശാല താൻ ഉണ്ടാവുമെന്ന് അദ്ദേഹം വാക്കു നൽകി. 30-ന് ജനശതാബ്ദി എക്സ്പ്രസിൽ രാവിലെ ആലുവയിലെത്തിയപ്പോൾ ഫോൺ കോൾ ഇന്നും ആരോഗ്യം പണിമുടക്കി ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹത്തിനായി പ്രാർത്ഥിച്ച് ശില്പശാല നടത്തി. കൊച്ചിൻ യൂണിറ്റ് മാനേജർ ബക്കർ തിങ്കളാഴ്ച വിളിച്ച് ആരോഗ്യകാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഇന്നലെ ആ വാർത്തയുമെത്തി. ചന്ദ്രിക അദ്ദേഹത്തിന് ജീവനായിരുന്നു എന്നത് ആലങ്കാരിക പ്രയോഗമല്ല. പ്രവൃത്തിയിലും സമീപനത്തിലും നിലപാടിലും അദ്ദേഹം ചന്ദ്രികയായിരുന്നു. അച്ചടി മാധ്യമങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന വർത്തമാനകാലത്ത് മുസ്ലിം ലീഗ് എന്ന ജനകീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ചന്ദ്രികയെന്നും പൂത്തുനിൽക്കുമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. പാലാരിവട്ടം വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ എല്ലാ കഥകൾ പറയുകയും ചില മാധ്യമങ്ങൾ വലിയ വാർത്തകൾ മെനഞ്ഞ് വേട്ടയാടാൻ നടത്തിയപ്പോൾ പോലും മന്ദസ്മിതത്തോടെയായിരുന്നു അവരോട് പോലും അദ്ദേഹം സംസാരിച്ചത്. മറക്കാനാവാത്ത ചന്ദ്രിക സാന്നിധ്യത്തെയാണ് ഞങ്ങൾക്ക് നഷ്ടമാകുന്നത്. ആ വേദന ചെറുതല്ല. ചന്ദ്രിക കൊച്ചിൻ എഡിഷൻ സംഘടിപ്പിച്ച പ്രവർത്തക ശില്പശാലയിൽ VK ഇബ്രാഹിം കുഞ്ഞ് സംബന്ധിച്ചപ്പോൾ ഫയൽ ചിത്രം കൂടിയാണ് ഇന്നത്തെ ചന്ദ്രികയിൽ പ്രിയപ്പെട്ട കമാൽ വരദൂർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത്. ഏതായാലും വളരെ കൃത്യതയോടുകൂടെ തന്നെ പ്രിയപ്പെട്ട പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട കമാൽ വരദൂർ അടക്കമുള്ളവരുടെ റിപ്പോർട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ, അവർ എഴുതിയ ലേഖനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഈ ഒരു റിപ്പോർട്ടിൽ പ്രിയപ്പെട്ട ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട് പ്രിയങ്കരനായ മുൻ മന്ത്രി ഷിബു ബേബി ജോൺ. ആ അടിക്കുറിപ്പോടുകൂടി നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. 250-ൽ പരം പാലങ്ങൾ ഇബ്രാഹിം കുഞ്ഞിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചത് കേരള ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. അതിലൊരു പാലമായിരുന്നു പാലാരിവട്ടം. പാലത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ബന്ധമില്ലാത്ത കാര്യത്തിൽ ദുരാരോപണങ്ങൾ നേരിടേണ്ടി വന്നതും വേട്ടയാടപ്പെട്ടതും രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ ദുരവസ്ഥയുടെ നേർചിത്രമാണ്. പാലം പണി പൂർത്തിയായ ശേഷം നിർമ്മാണം നടത്തിയ കമ്പനി തന്നെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും 3 മാസത്തിനകം ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്ത ശേഷമാണ് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായത്. ആ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ എത്ര പാലങ്ങൾ താഴെ വീണു, ദേശീയപാതയിലെ എത്ര ഇടങ്ങളിൽ റോഡുകൾ ഒലിച്ചുപോയി. ആ മനുഷ്യനെ നിരന്തരം വേട്ടയാടിയവർ ഈ സന്ദർഭത്തിൽ മനസ്സുകൊണ്ടെങ്കിലും പശ്ചാത്താപിക്കുമെന്ന് കരുതുന്നു. പ്രിയപ്പെട്ട ഷിബു ബേബി ജോണാണ് അദ്ദേഹത്തിൻ്റെ ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഞാൻ ഈ റിപ്പോർട്ട് ഇവിടെ പര്യവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട VK ഇബ്രാഹിം കുഞ്ഞിൻ്റെ സാഹിബിനെ കുറിച്ച് നേതാക്കൾ കൃത്യമായി അനുസ്മരിച്ചു. പ്രിയപ്പെട്ട നേതാവിന് അള്ളാഹു സ്വർഗം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം അള്ളാഹു നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.